ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളിയൊന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സലാഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ റൈത്തയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുക്കുംബറാണ്. അപ്പോൾ ഇത് ഒരു 2 മീഡിയം സൈസ് കുക്കുംബർ ഉണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂടെ ഇത് ചേർക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുക്കുംബറാണ് ചേർക്കുന്നത്. ഈ കുക്കുംബർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. പിന്നെ നമുക്കിത് ഇത്രയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പൊടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതിയാവും. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് കൂടി അരിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് ചേർക്കണില്ല. അപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നമുക്കിതിലുണ്ടാവും. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ്. അപ്പോൾ ചെറിയൊരു സ്വീറ്റ്നസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഈ തൈരിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യോഗട്ട് ഉണ്ടെങ്കിൽ യോഗട്ട് ചേർത്താലും മതിയാവും. അതും കുറച്ചുകൂടി നല്ലതാണ്. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല പുളിപ്പുള്ള തൈര് എടുക്കരുത്. പുളി കുറഞ്ഞിട്ടുള്ള തൈര് വേണം ഇതിലേക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതിയാവും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഇത് 2 ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റൈത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. വെറുതെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെയും കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ റൈത്തയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.